പരീക്ഷ പാസ്സാവണമെങ്കിൽ ഒരു കിറ്റ്കാറ്റ് കഴിച്ചാൽ മതി. സംഭവം നടക്കുന്നത് ജപ്പാനിലാണ്. കിറ്റ്കാറ്റിന്റെ വലിയൊരു മാർക്കറ്റാണ് ജപ്പാൻ. ഒരിക്കൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ജപ്പാനിൽ പരീക്ഷകൾ നടക്കുമ്പോൾ കിറ്റ്കാറ്റിന്റെ സെയിൽസ് ഭീകരമായിട്ട് കൂടുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അവർക്കൊരു ക്ലൂവും ഉണ്ടായില്ല. അങ്ങനെ അവർ അതിനെക്കുറിച്ച് കാര്യമായി റിസർച്ച് ചെയ്യാൻ ആരംഭിക്കുകയാണ്. And they found an interesting coincidence. ജാപ്പനീസ് ഭാഷയിൽ കിറ്റോ കാട്സു എന്നൊരു ടേം ഉണ്ട്. നിങ്ങൾ എന്തായാലും വിജയിക്കും എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. നമ്മൾ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയുന്നത് പോലെ. ഇനി ഈ കിറ്റോ കാട്സു എന്ന വാക്കും കിറ്റ്കാറ്റും ഏകദേശം സിമിലർ വാക്കുകളായിരുന്നു. അങ്ങനെ പരീക്ഷാ കാലത്ത് ഗുഡ് ലക്ക് എന്ന് പറയുന്നത് പോലെ ആളുകൾ കുട്ടികൾക്ക് കിറ്റ്കാറ്റ് വാങ്ങിക്കൊടുക്കാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ കമ്പനി 2009 ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ വരെ ഡിസൈൻ ചെയ്തു. അതായത് ജപ്പാനിലെ 20,000-ൽ പരം പോസ്റ്റ് ഓഫീസുകളിലൂടെ ഗുഡ് ലക്ക് മെസ്സേജ് അടങ്ങിയ സ്പെഷ്യൽ കിറ്റ്കാറ്റ് പാക്കേജുകൾ ആളുകൾക്ക് അയച്ചു കൊടുക്കാം. ഈ ക്യാമ്പയിന് ആളുകൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. കൂടാതെ ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് അവാർഡുകളും ഈ ക്യാമ്പയിൻ സ്വന്തമാക്കി. അങ്ങനെ ഒരു റാൻഡം കോയിൻസിഡൻസ് കാരണം ജപ്പാനിൽ കിറ്റ്കാറ്റ് ഒരു കൾച്ചറൽ സിംബലായി മാറുകയായിരുന്നു.